രാഹുലിൻ്റെ കേസിൽ വാദം കഴിഞ്ഞു. എന്താണ് കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം? ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, അതിജീവിതയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. കോടതി ഓരോ ചോദ്യവും, രാഹുലിൻ്റെ വക്കീൽ ഓരോ ചോദ്യവും ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഇല്ല എന്നതാണ് സത്യം. എന്താണ് കോടതിയിൽ നടന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഷാഫി പറമ്പിലിനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് വലിയൊരു വാർത്തയായി. ഞാൻ ആ ഒരു വാർത്തയുടെ ക്ലിപ്പ് ആദ്യം വെച്ച് തരാം. അതിനുശേഷം ഞാൻ ഇതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. വടകരയിലേക്ക് വരണമെന്ന് പലപ്പോഴായി നിർബന്ധിച്ചു, വടകരയിലെ ഫ്ളാറ്റിലേക്ക്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വടകരയിൽ അങ്ങനെ ഒരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നില്ല. ആരുടെ ഫ്ളാറ്റിലാണ് വടകരയിൽ വരാൻ പറഞ്ഞത് എന്ന കാര്യം ഇനി അന്വേഷണ സംഘം പരിശോധിക്കും. ഷാഫി പറമ്പിൽ അറിയാത്തതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലും ഇതിനകത്ത് മോറോർലെസ് ഈക്വലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതില് ഭാഗികമായിട്ടോ ഇതിലൊക്കെ ഉത്തരവാദിയാണ്. ഷാഫി ഇതൊന്നും നേരത്തെ അറിഞ്ഞിട്ടില്ല എന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ? വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിലെ ഫ്ളാറ്റിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വടകരയിലെ ഫ്ളാറ്റ് ആരുടേതാണെന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന്റെ ഉത്തരവും അന്വേഷണ സംഘം കണ്ടെത്തും. എടാ നായ്ക്കളെ, നിങ്ങൾക്ക് നാണമുണ്ടോ? അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്ത് ഒറ്റകൾക്ക് റിച്ച് ഇല്ല, വ്യൂസ് ഇല്ല. അത് എല്ലാവർക്കും പറഞ്ഞത് അതായത് കള്ളക്കേസാണ് രാഹുലിനെതിരെ വരുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഷാഫിയുടെ തലക്കിട്ട് പുതിയ നാടകവുമായി ഇറങ്ങിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നാണവും മാനവും ഉണ്ടോ? അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് കോടതിയിൽ പ്രധാനമായും നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ പറഞ്ഞത്, അതായത് ഇമെയിലിൽ വന്ന പരാതിയിൽ പറഞ്ഞത്, എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു, അതിനുശേഷം എൻ്റെ ശരീരം മൊത്തത്തിൽ ആക്രമിച്ചു, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ ചോദിക്കുന്നു, ഇവിടെ അതായത് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് യുവതിയുടെ പേരിലാണ്. യുവതിയാണ് ആദ്യം ഫ്ലാറ്റിലേക്ക് എത്തിയത്. യുവതിയാണ് പൈസയും കാര്യങ്ങളൊക്കെ, ഫ്ലാറ്റിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് അവിടെ ഇരുന്ന് രാഹുലിനെ വെയിറ്റ് ചെയ്തത്. അതിനുശേഷമാണ് രാഹുൽ എത്തിയത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ യുവതി രാഹുലിനെ പീഡിപ്പിച്ചു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഒരുപക്ഷെ എനിക്കിത് കേസടക്കമാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട്. പക്ഷേ നമുക്ക് വിഷയം പറയുമ്പോൾ കോടതിയിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യുവതിയാണ് ഫ്ലാറ്റ് എടുത്തത്, അത് എങ്ങനെ പീഡനമാവുന്നു എന്നാണ് നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരം അവറ്റകൾ പറഞ്ഞത്, അതായത് ഈ പറഞ്ഞ യുവതി, പീഡിപ്പിക്കപ്പെട്ട യുവതിയും ഭർത്താവുമായിട്ട് എന്തോ വലിയൊരു പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ രാഹുലിനോട് ഈ യുവതി പറഞ്ഞെന്നും രാഹുൽ ആ സമയത്ത് ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നാണ് യുവതിയുടെ വക്കീൽ പറഞ്ഞത്. രാഹുലിൻ്റെ വക്കീൽ ചോദിക്കുന്നു, ഒരു യുവ MLA അടുത്ത് രാത്രി സമയത്ത് ഫ്ലാറ്റിൽ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരുടെ ആങ്ങളെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവായിട്ടുള്ള വേറൊരു പുരുഷനോ എന്തില്ലെങ്കിലും ഈ ഭർത്താവിനെ കൂട്ടി എന്തുകൊണ്ട് പോയില്ല? ഇവിടെ രാഹുലല്ല മുറിയെടുത്തത് ഈ പറയുന്ന അതിജീവിതയാണ്. അത് എങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പോൾ യുവതി പറഞ്ഞത് രാഹുൽ എന്നെ വിളിച്ചു വരുത്തി ആക്രമിച്ചു. അതിനുശേഷം നമ്മുടെ വക്കീൽ പറഞ്ഞത് ഇങ്ങനെ പീഡനം കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതായത് ഇവരുടെ ഭാഷയിലാണ്, അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ വെറുതെയുള്ള വാർത്തയാണ്, പക്ഷേ അവിടെ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ പറയുകയാണ്, പീഡനം നടന്നു, ക്രൂരമായി പീഡിപ്പിച്ചു, ശരീരമാസകലം മുറിച്ചു, അവളെ രാഹുലിന് എത്ര പറ്റുന്നു അത്രയും രാഹുൽ ആക്രമിച്ചു. എന്നാൽ പീഡനം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ യുവതി രാഹുലിനെ സഹായിച്ചത്? അതായത് പുതിയ ഫ്ലാറ്റ് നോക്കുമ്പോൾ യുവതി സഹകരിക്കുന്നു, രാഹുലിനോട് വീണ്ടും നിരന്തരം സംസാരിക്കുന്നു, രാഹുലിൻ്റെ നമ്പർ 3 ലവ് ഇട്ടുള്ള രാഹുലിന് സേവ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ ചോദിച്ചത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനൊരു പെണ്ണിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അവൾ നല്ലൊരു ലവ് ഇട്ട് സേവ് ചെയ്യോ, എനിക്ക് വീണ്ടും ഹെൽപ്പ് ചെയ്യോ? അതായത് ആ പീഡനം നടന്നതിന് ശേഷം വീണ്ടും ചാറ്റ് ചെയ്തോ? അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ പറയുകയാണ്, അഥവാ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട്, അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയാണ് പീഡനം നടന്നത്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇതിനൊരു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ നമ്മുടെ രാഹുലിൻ്റെ വക്കീൽ ചോദിച്ചത്. അപ്പോൾ നമ്മുടെ കോടതിയിൽ ജഡ്ജി സാറ് നല്ലോണം കൊടുത്തു അതിജീവിതയുടെ വക്കീലിന്. എന്തിനാണ് ഇത്തരത്തിലുള്ള നാട്ടുകേസ് കൊണ്ടുവരുന്നത്, സമയം കളയുന്നത് എന്തിനാണ്, അദ്ദേഹം ഒരു MLA അല്ലേ എന്ന് പറഞ്ഞ്. എന്തായാലും കേസ് നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ക്രൈം ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് കോടതിക്ക് കിട്ടണം. ഉറപ്പായിട്ടും നാളെ രാഹുലിന് ജാമ്യം കിട്ടും. കസ്റ്റഡി അപേക്ഷയാണ് മറ്റേ ചങ്ങായിമാർ ആവശ്യപ്പെട്ടത്, പക്ഷേ അതൊന്നും നടക്കുന്ന കേസല്ല. നാളെ രാഹുലിന് ജാമ്യം കിട്ടുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു വാർത്തയും കൂടിയുണ്ട്, രാഹുൽ ഈശ്വറിൻ്റെ ഒരു പ്രസംഗമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. റേപ്പ് ചെയ്തു, മുഖത്തടിച്ചു, ഉപദ്രവിച്ചു, തുപ്പി, അവരെ ഒരുപാട് ദ്രോഹിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് അയാളോടൊപ്പം മേടിക്കാൻ ഏതെങ്കിലും സ്ത്രീ തയ്യാറാകും? അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, മുഖത്തു തുപ്പി, അടിച്ചു, ഉപദ്രവിച്ചു.
ഇതെല്ലാം കഴിഞ്ഞ് 3 BHK വേണോ 2 BHK വേണോ എന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ ആരെങ്കിലും മാറും. ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും, സൗന്ദര്യപ്പടക്കങ്ങൾ വരും, അടി വരും, ഫൈറ്റ് വരും. പക്ഷേ ആ ബന്ധങ്ങളിലെ സ്വകാര്യ നിമിഷങ്ങൾ വെപ്പണൈസ് ചെയ്യപ്പെടുന്നത്, ആയുധവൽക്കരിക്കപ്പെടുന്നത് ശരിയാണ്. നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനം, ഇന്ത്യൻ മാത്രമല്ല ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്നൊരു കാര്യമാണ്. അതായത് ഒരു വ്യക്തി ഈസ് ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. ഇതാണ് ഇന്ത്യയിലെയും ലോക നിയമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ബാക്കി ആരുടെയും സ്ത്രീപക്ഷ കേസുകൾ എടുത്താൽ ഇവിടെ നടക്കുന്നത് പ്രിസംഷൻ ഓഫ് ഗിൽറ്റാണ്. അതായത് ഇവിടെ പലപ്പോഴും എ പേഴ്സൺ ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ്ഡ് ഇന്നസെന്റ് എന്നാണ് നമ്മൾ പലരും സമൂഹവും മാധ്യമങ്ങളും കാണുന്നത്. നേരെ തിരിച്ച് എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നുള്ളതാണ്. അയാളെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കണമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയാം, എനിക്കൊരു വ്യക്തിബന്ധവുമില്ല ആ മനുഷ്യനോട്. ഞാൻ ജീവിതത്തിൽ 2 തവണയെ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ തടയാൻ ശ്രമിച്ചതും ശ്രീ വി ഡി സതീശനിൽ ഇടപെട്ട് പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിക്കരുത് എന്ന് ശക്തമായി അന്ന് സമ്മർദ്ദം ചെലുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എനിക്ക് ഒരു വ്യക്തിബന്ധവുമില്ലാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആദ്യ പരാതി വന്നപ്പം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു പീഡനാരോപണം നിലനിൽക്കില്ല. രണ്ടാമത്തെ പരാതി വന്നപ്പോൾ കോടതി പറഞ്ഞു ഈ പരാതിയിൽ ഞങ്ങൾ സംശയം രേഖപ്പെടുത്തുന്നുവെന്ന്. അപ്പോൾ ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അയാൾക്കും ഒരു അമ്മയില്ലേ, അയാൾക്കും വീട്ടിൽ ആൾക്കാരില്ലേ, അവർക്കും മക്കളില്ലേ? ഈ അതിജീവിതയെ, പരാതിക്കാരിയെ, ഇരയെ ഏത് വാക്ക് വിളിച്ചാലും ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാണണം. അപ്പുറത്ത് നിൽക്കുന്ന ആണിനും ഇതൊക്കെ ഇല്ലേ? ഇതിൻ്റെ പേരിലാണ്, ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ 16 ദിവസത്തോളം കിടന്നത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയുന്നില്ല. കാര്യം ആ പെൺകുട്ടി വിവാഹിതയാണ് എന്നടക്കമുള്ള കാര്യം മാധ്യമങ്ങൾക്കറിയാമെങ്കിലും ആരും അറിഞ്ഞില്ല. അത് വെളിയിൽ കൊണ്ടുവന്നത് ഞാനാണ്. അതിൻ്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിലിട്ടത്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇതേ എറണാകുളം, എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചതെന്ന് തോന്നുന്നു, ഇതേ എറണാകുളം പ്രസ് ക്ലബ്ബിലും നിങ്ങളോട് സംസാരിച്ചു. ആ മനുഷ്യൻ, ആ പേര് പോലും ഞാൻ പറയുന്നില്ല, കാര്യം സാറ് പറഞ്ഞു പേരൊന്നും പറയരുത്, ഇനി അത് വേറെ ഏതെങ്കിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ലൈക്ക് പോലും ചെയ്യരുത്. അയാൾ ഫേസ്ബുക്കിൽ എനിക്ക് അനുകൂലമായൊരു വീഡിയോ ഇട്ടു. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത ബാക്കി 2 പേരാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമടക്കമുള്ളവരാണ് തെറ്റ് ചെയ്തത്. രാഹുൽ ഈശ്വർ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാഹുൽ ഈശ്വറിനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി വീഡിയോ ചെയ്തു. ഞാൻ ഷെയർ പോയിട്ട് ഞാൻ ലൈക്ക് പോലും ചെയ്തില്ല. കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് വേണമെങ്കിൽ ഇനിയും പറയും. നമ്മുടെ നാട് പോകുന്ന അവസ്ഥയാണ്. അതായത് ഒരാൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താൽ പോലും നമ്മുടെ നിയമത്തിൻ്റെ കണ്ണിൽ വേണമെങ്കിൽ ഗൂഢാലോചനയാണെന്ന് പറയാവുന്ന ഒരവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ടോ പരിചയമുള്ളതുകൊണ്ടോ ഒന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്, ഇത് ഇവിടം വെച്ചൊന്നും നിർത്തുന്നില്ല. രാഹുലിന് ഉറപ്പായിട്ടും ഇനിയും കേസ് വരും. ഓക്കെ, ഇതിപ്പോൾ നാളെ രാഹുൽ പുറത്തിറങ്ങുമില്ലെങ്കിൽ എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ രാഹുൽ പുറത്ത് വരും. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് നാളെ തന്നെ ജാമ്യം കിട്ടാനാണ് സാധ്യത. പക്ഷേ കേസ് വരും. ഇവരുടെ ലക്ഷ്യം രാഹുൽ MLA സ്ഥാനത്തിന്, അതായത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, സ്വതന്ത്രനായി പോലും മത്സരിക്കരുത്. അതാണ് ഏകദേശം ആ കാര്യത്തിൽ തീരുമാനമായി. ഉറപ്പായിട്ടും 4ാമത്തെ കേസ്, 5ാമത്തെ കേസ്, 6ാമത്തെ കേസ്. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഓക്കെ, എന്തെന്ന് വെച്ചാൽ അതായത് നമ്മുടെ രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചില യുവതികൾ മുൻകൂട്ടി CPMൻ്റെ കയ്യിൽ നിന്നോ BJPയുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടതാണോ? അതായത് രാഹുലിന് അങ്ങോട്ട് മെസ്സേജ് അയച്ച് റൂമിലേക്ക് വിളിച്ചു, അവസാന നിമിഷം 2026 ഇലക്ഷൻ വരുമ്പോൾ പരാതി കൊടുക്കാം, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്, അങ്ങനെയാണോ? അതിന് റിണി തുടക്കമിട്ടതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സംശയിക്കണം. ഓക്കെ, ഇനിയും ഒരു പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ്, ഞാനൊരു ആണായത് കൊണ്ട് പറയുകയാണ്, പെണ്ണുങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ, മനുഷ്യജീവിയല്ലേ? ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും കാമമില്ലേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാണ് നിരന്തരം വിളിക്കുകയാണ്, പെണ്ണ് വാടാ ഇത് ഞാൻ ഫ്ലാറ്റ് ബുക്ക് ചെയ്തു, വാ ശാരീരികമായി ബന്ധപ്പെടാം, വാന്ന് വിളിച്ചാൽ എന്തായാലും പോകില്ലേ? അങ്ങനെ നമ്മൾ രാഹുൽ പെട്ടതാണെങ്കിലോ? ഇനിയും ഉണ്ടാവും ഒരു പക്ഷേ. ഇതൊക്കെ ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ച് 10 പെൺകുട്ടികൾ റെഡിയാക്കി വെച്ചതാണെങ്കിലോ? നമ്മൾ ഇതൊക്കെ സംശയിക്കണം. ഓക്കെ, അപ്പോൾ ഞാനേതായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.